വയനാട്ടുകാർക്കും മാനന്തവാടിക്കാർക്കും ഏറ്റവും അടുത്തായി കർണാടകത്തിൽ നിന്ന് വന്നു പോകാൻ പറ്റുന്ന ഒരു അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കർണാടകത്തിലെ ഉദുഗൂരിലുള്ള ഈ സ്ഥലം. ഈ ബാബലി ചെക്ക് പോസ്റ്റിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാലാണ് ഈ ഉദുഗൂരിലെത്തുക. ഈ നാഗർകോളയിലേക്കുള്ള ആ കവാടത്തിൽ നിന്ന് വലത്തോട്ട് സഞ്ചരിച്ചാൽ ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തെത്താം. മഴക്കാലത്തൊക്കെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ ഒരു അതിമനോഹരമായ ഇടമാണിത്. പക്ഷെ ഇത് മഴക്കാലത്ത് മൊത്തം വെള്ളമായിരിക്കും. ഇപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ ഈ നമുക്ക് കാണാൻ നല്ല പുൽമേടുകളാണ്. ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന പോലെ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന പോലെ അതിമനോഹരമായ ഇടമാണ്. പശുക്കളൊക്കെ കൊണ്ട് ഒരുപാട് മേയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മറുഭാഗത്താണെങ്കിൽ ഈ ആന, കാട്ടുപോത്ത് അതൊക്കെ മേയുന്നതൊക്കെ നമുക്ക് ദൃശ്യം കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. അതിമനോഹരമായ ഇടമാണ്. വയനാട്ടുകാർക്ക് എളുപ്പത്തിൽ വന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ബാബലി ചെക്ക് പോസ്റ്റിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി കർണാടകത്തിലെ ഈ ഉദുഗൂരിലെ ഈ സ്ഥലത്തെത്താൻ. ഈ ഉദുഗൂരിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നതോടെ ഇവിടുത്തെ ഡാമിൽ നിന്ന് തന്നെ മീനൊക്കെ പിടിച്ച് അപ്പൊ തന്നെ ഫ്രൈ ആയി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് കാണാനൊക്കെ വന്നിട്ടുണ്ട്. വെച്ചാലും നമുക്കിവിടെ കാണാം മീനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാവുന്നതാണ്. കാണാൻ സാധിക്കും നമുക്ക് ഈ മീനൊക്കെ ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ തന്നെയാണ്. അത് അപ്പോൾ തന്നെ ഫ്രഷായി ഫ്രൈ ആയി കൊടുക്കുക ഒക്കെയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ എങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ നിന്ന് വന്ന ആളുകൾ ഇത് റീലിലേക്ക് ചിത്രീകരിച്ചിട്ടതോടെ നിരവധി പേരാണ് വയനാട്ടിൽ നിന്നും അടക്കം ഈ സ്ഥലം കാണുവാനായി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഈ അണ്ണൻ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അണ്ണ എങ്ങനെ ആളുകളൊക്കെ വരും തുടങ്ങിയിട്ടുണ്ടോ? അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്, കുഴപ്പമില്ല. കേരളക്കാർ തന്നെയാണോ എല്ലാവരും വരുന്നത്? കേരളക്കാർ വരുന്നുണ്ട്, കർണാടകക്കാർ വരുന്നുണ്ട്, രണ്ടാൾ വരുന്നുണ്ട്. മീൻ എവിടെ നിന്ന് പിടിച്ചത് നിങ്ങള്? മീൻ ഈ കബിന് പോയ വന്ന് പിടിച്ചത്. ഫ്രഷ് ആക്കി ഫ്രൈ ചെയ്ത് കൊടുക്കും. ഫ്രഷ് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നമ്മുടെ ഇതനുസരിച്ച് ഈ കബനി പുഴന്ന് പിടിക്കുന്ന മീൻ തന്നെയാണ് ഇവിടെ ആവശ്യക്കാർക്ക് അവർ പറഞ്ഞതനുസരിച്ച് ഫ്രൈ ആക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇങ്ങോട്ട് എത്തിയ സ്ഥലം കാണാൻ ഈ റീലിലൊക്കെ കാണാൻ എത്തിയ കുറച്ച് ചേട്ടന്മാരൊക്കെ നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. ചേട്ടാ എവിടുന്നാ വരുന്നത്? എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിക്കാം? ഇൻസ്റ്റാഗ്രാം. എങ്ങനെ അടിപൊളി സ്ഥലമാണ്? അടിപൊളി സ്ഥലമാണ്, നല്ല അടിപൊളി, നല്ലൊരു വ്യൂ ഉള്ള അടിപൊളി. അല്പം മഴയിരുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഒരു ചെറിയൊരു മങ്ങലൊക്കെ കാണാൻ സാധിക്കുന്നത്. സാധാരണ ഈ വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ അന്നൊക്കെ വന്നപ്പോൾ അതിമനോഹരമായ സ്ഥലമാണ്. ഡാമിന്റെ നിന്നുള്ള ആ വെള്ളമൊക്കെ കയറി സുന്ദരമായി കിടക്കുകയാണ്. ഈ വൃഷ്ടിപ്രദേശമാണ്. ഇവിടെ മഴക്കാലമായി തന്നെ ഇത് മൊത്തം വെള്ളമായിരിക്കും. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. പശുക്കൾ മേയുന്നുണ്ട്. മറുഭാഗത്താണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ വരുമ്പോൾ ഈ കാട്ടിയും ആനയൊക്കെ ഈ അവിടെ മേയുന്നതൊക്കെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഏതായാലും ഉദുഗൂരിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വയനാട്ടുകാർക്ക് എളുപ്പത്തിൽ വാവിയിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നത്. ഏതായാലും അതിമനോഹരമായ സ്ഥലമാണ് എന്ന് വേണമെങ്കിൽ പറയാം.